ഇന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ച് അപ്പോൾ നോക്കിയപ്പോഴാണ് അത് നടാനുള്ള ഗ്രോ ബാഗ് ഫുള്ളായിട്ടില്ല. അപ്പോൾ വിചാരിച്ചു പിന്നെ ആദ്യം നമുക്ക് കുറച്ച് ഗ്രോ ബാഗ് ഉണ്ടാക്കാം, അതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടി എന്ന് വിചാരിച്ചു. അപ്പോൾ അത് അതിനായിട്ട് കുറച്ച് നമുക്ക് സിമൻറ്റ് ചാക്കും കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഷേപ്പിലൊരു ഗ്രോ ബാഗ് ഉണ്ടാക്കിയിട്ടേ നമ്മുടെ പച്ചക്കറി തൈകളൊക്കെ മണ്ണ് നിറച്ച് നടാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇതുകൊണ്ട് ഇതേപോലത്തെ സിമൻറ്റ് ചാക്കാണ്. അപ്പോൾ അതിൻ്റെ അടിഭാഗം ഞാൻ ഇതേപോലെ ഒന്ന് ചുരുട്ടി വെച്ചതിന് ശേഷം നല്ല ടൈറ്റിലൊന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം ഈ കെട്ടുഭാഗം നമ്മൾ അകത്തൂടെ ഒന്ന് മറിച്ചെടുക്കുക. അപ്പോൾ സാധാരണ ചിലരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, സിമൻറ്റ് ചാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതേപോലെ മണ്ണൊക്കെ നിറച്ചിട്ടങ്ങ് നടും. അങ്ങനെ നട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, തൈ നിൽക്കുന്ന കാണാൻ എന്താ പറയുക ഒരു ഭംഗിയില്ലാത്ത രീതിയിൽ നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് അടിമറിച്ചെടുത്തതിന് ശേഷമേ ഇതേപോലെ ഒരു ബക്കറ്റോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് കമിഴ്ത്തി വെച്ചതിന് ശേഷം ഈ ചാക്കും കൂടെ ഒന്ന് ടൈറ്റാക്കി ഒന്ന് കയറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളിത് തിരിച്ചൊന്ന് നേരെ വെച്ചതിന് ശേഷം നല്ലതുപോലെ നിലത്തൊന്ന് അമർത്തി കൊടുക്കണേ. അങ്ങനെയാണല്ലേ അതിൻ്റെ അടിഭാഗം നല്ല ഷേപ്പിലും കിട്ടും. ആ കെട്ടൊക്കെ ഒന്ന് ടൈറ്റായിട്ട് നമ്മൾ മണ്ണിൽ നല്ല ഷേപ്പിൽ ഇരിക്കുകയും ചെയ്യും. കണ്ടോ, നല്ല ടൈറ്റായി ആ കെട്ടൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് പതുങ്ങി വന്നിട്ടുണ്ട്. മുകൾ ഭാഗമാണല്ലേ നല്ല റൗണ്ടിൽ. അപ്പം നല്ല ഷേപ്പിലുള്ള ഒരു രൂപ പോലും ചിലവില്ലാത്ത നമുക്ക് ഗ്രോ ബാഗും കിട്ടി. പിന്നെ ഞാൻ മണ്ണൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്കുള്ള എന്താണ് വളങ്ങളാണ്. ചാണകപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഇതാണ് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കാണ്, അത് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തതേ നമ്മുടെ പച്ചക്കക്കപ്പൊടിയാണ് കേട്ടോ. അതായത് നമ്മൾ സാധാരണയാണെങ്കിലും നമ്മൾ കുമ്മായൊക്കെ ചേർത്തിട്ട് 10-15 ദിവസമൊക്കെ വെച്ചതിന് ശേഷമല്ലേ നമുക്ക് വീണ്ടും വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നടാൻ പറ്റുള്ളൂ. അപ്പോൾ പച്ചക്കക്കപ്പൊടി ചേർക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മറ്റുള്ള വളങ്ങളൊക്കെ ചേർക്കാമല്ലോ. അത് കാരണം ഞാൻ കുറച്ച് നമ്മുടെ പച്ചക്കക്കപ്പൊടിയും കൂടെ ചേർത്തു. നമ്മുടെ വളവും മണ്ണും ഒക്കെ കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ചിലരൊക്കെ കോഴിവളവും ആട്ടിൻ വളവും ഏതാണോ നമ്മുടെ കയ്യിലുള്ള വളം അതൊക്കെ നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ചാണകപ്പൊടിയായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്തു. ബാക്കി വളങ്ങളും ചേർത്തു. ഇതേപോലെ അടിവളങ്ങളൊക്കെ നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും നമുക്ക് മറ്റ് വളങ്ങൾ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതിൽ ഞാൻ ഏറ്റവും അടിയിൽ ഇതുപോലെ നല്ല ഉണങ്ങിയ കരിയില ഇട്ട് കൊടുത്തു കേട്ടോ. ഗ്രോ ബാഗിൻ്റെ ഏറ്റവും അടിയിൽ ഇതേപോലെ ഉണങ്ങിയ കരിയില ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ മിക്സാക്കി വെച്ചേക്കുന്ന വളവും മണ്ണും കൂടെ ഇട്ട് കൊടുക്കുവാണ്. അപ്പം ഞാൻ നടുന്നതിന് മുമ്പാണ് ഒരു 3/4 ഭാഗം മണ്ണ് ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. നിറച്ച് ഇട്ട് കൊടുക്കാറില്ല. ഒരു 3/4 ഭാഗം മണ്ണ് ഇട്ട് കൊടുത്തിട്ട് തൈ നട്ട് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കത് വളരുന്നതിനനുസരിച്ച് നമുക്ക് കുറേശ്ശെയായിട്ട് വീണ്ടും നമുക്കിതുപോലെ ചാണകപ്പൊടിയോ ആട്ടിൻ വളവോ മണ്ണൊക്കെ ചേർത്ത് മിക്സാക്കിയിട്ട് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു 3/4 ഭാഗമേ മണ്ണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ഗ്രോ ബാഗിലും ഞാൻ അതുപോലെ മണ്ണ് കരിയിലയൊക്കെ കൂടെ നിറച്ച് റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചു. ഇനി പിന്നെ നമുക്ക് തൈകൾ ഓരോന്നായിട്ട് നട്ട് കൊടുക്കാമല്ലോ. അപ്പം ഞാൻ വാങ്ങി വെച്ചതിൽ ഒന്ന് ക്യാരറ്റായിരുന്നു കേട്ടോ. ഇതുണ്ടോ, ക്യാരറ്റിൻ്റെ തൈ ഇതുപോലെ പാകി. അപ്പോൾ നമുക്ക് ഇതൊക്കെ ആകുമ്പോൾ ഓരോന്നോരോന്ന് പറിച്ച് നടാനുള്ള ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഗ്രോ ബാഗിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതേപോലെ ഒന്നായിട്ട് അങ്ങ് നട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കിഴങ്ങിറങ്ങി ഒന്നിച്ചാണല്ലോ കിഴങ്ങിറങ്ങി വരുന്നത്. അപ്പോൾ ഇതേപോലെ അതേപോലെ ഞാൻ നട്ട് കൊടുക്കുകയാണ് കേട്ടോ. മണ്ണിൽ ഇത്തിരി മണ്ണ് നീക്കി അതേപോലെ തന്നെ വേറൊന്നും കളയാതെ എടുത്തതിന് ശേഷം നട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ ക്യാരറ്റ് നട്ട് കൊടുക്കാം. നല്ല പോലെ നട്ട് കൊടുത്ത് ഇനി നമുക്ക് ചകിരിച്ചോറ് ചകിരി കമ്പോസ്റ്റോ ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല മണ്ണിളക്കം ഉണ്ടാകാനുള്ള കരിയില കമ്പോസ്റ്റോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് വയലറ്റ് കളറുള്ള ക്യാബേജാണ്, അതിൻ്റെ തൈയും വാങ്ങി വെച്ചതാണ്. അപ്പോൾ അടുത്ത് നമുക്ക് ക്യാബേജ് നട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ കുറേശ്ശെ ഓരോരോ തൈകൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ അതും നമുക്ക് നട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ ഗ്രോ ബാഗിലും ഞാൻ എല്ലാ തൈകളും നട്ടു. ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് നനച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗ് കണ്ടോ, നല്ല രസമില്ല. സിമൻറ്റ് ചാക്കാന്ന് പോലും പറയാതെ അതിരിക്കുന്നുണ്ടോ, നല്ല ഷേപ്പിലുള്ള അത് മണ്ണിലിരിക്കാൻ നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്ന രീതിയിലും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഗ്രോ ബാഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.